ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ എന്താ എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ സുഖല്ലേ? അൽഹംദുലില്ലാ നമ്മളിവിടെ സുഖമായിട്ടിരിക്കണം. മക്കളെ സലാം പറയും. അസ്സലാമു അലൈക്കും. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു പ്രൊമോഷൻ വീഡിയോ കേട്ടോ. അപ്പൊ ഇന്നലെ വന്ന് നിൽക്കുന്നുണ്ട് ഈ സാധനം. അപ്പൊ അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ചോദിച്ചറിഞ്ഞിട്ട് നിങ്ങളോട് പറയാമെന്ന് കരുതിയിട്ടാ ഇന്നലത്തെ വീഡിയോസിൽ ഞാൻ ചെറുതായിട്ടൊന്ന് കാണിച്ചു തന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ എന്തായാലും ഞാൻ ഒറ്റക്ക് ഓപ്പൺ ചെയ്യൂല, നിങ്ങൾക്കും കൂടി കാണിച്ചു തന്നിട്ടാണ്. അപ്പൊ അതിന്റെ സത്യാവസ്ഥയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ ഇന്നലെ പറഞ്ഞാണ് ഫുഡ് ഐറ്റംസ് ആണ്, നമുക്കൊക്കെ താല്പര്യമുള്ള ഒരു സാധനമാണ്. എന്തായാലും നമുക്ക് പൊളിച്ച് നോക്കാം കേട്ടോ. എന്തായാലും അതിന് ഗുണവും മണവും രുചി എല്ലാം നമുക്ക് ഇതിന് ലൈസൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലേ പ്രൊമോഷൻ ചെയ്യുള്ളൂ പറഞ്ഞാണ്. നിങ്ങൾക്കും ഗുണമുള്ള കാര്യങ്ങളെ നമ്മൾ ചെയ്യുള്ളൂ, അല്ലാത്തൊന്നും നമ്മൾ ചെയ്യൂല കേട്ടോ. അപ്പൊ എന്തായാലും നമുക്കൊന്ന് പൊളിച്ച് നോക്കാം കേട്ടോ. പൊളിച്ചടാ, ഞാൻ പൊളിച്ചു. ഞാൻ തുറന്നൂടെ, ഞാൻ നല്ല ഓട്ടോ വെക്കുമാ ഓട്ടോ കുത്ത കഴിച്ചിട്ടില്ല. അതിന്റെ മെയിൻ ആളാട്ടോ, അതാണ് ഓട്ടോ കുത്തി വെക്കീനി അറിയണത്. ഓളതിന്റെ ജീവനാണ്, ഓൾക്കുമ്പോഴും. അപ്പൊ ഓളെ സമാധാനല്ല, നിങ്ങൾ എപ്പോഴാ പ്രൊമോഷൻ ചെയ്യാ ചോദിച്ചു കുത്തർക്കാളേ. അന്നേരം അമ്മക്ക് സുഖമില്ലായിട്ടായിരുന്നു കേട്ടോ പ്രൊമോഷൻ കാര്യമൊക്കെ ചെയ്യാഞ്ഞ്. അച്ചാറാളാണ് കേട്ടോ. നമുക്ക് നോക്കുക എന്താ അച്ചാറടാ. നാരങ്ങ അച്ചാറാണ് കേട്ടോ. നാരങ്ങ അച്ചാറാണ്. പിക്കിൾസ് മീനുണ്ട്, നാരങ്ങ, മീന്, പിന്നെ ഏതല്ലേ നോക്കേ. അല്ല ഇത് മീന്, ഇത് വേറെ ഏതോ ഒരു മീനാണ്. മീൻ അച്ചാറ്, ബീഫ് ഞാൻ ജീവിതത്തിൽ അച്ചാർ ഞങ്ങൾ തിന്നിട്ടില്ല കേട്ടോ. നിങ്ങളടാ. അപ്പൊ ആദ്യം നമുക്ക് ബീഫ് അച്ചാർ തന്നെ പൊട്ടിച്ചാട്ടോ. ബീഫ് അച്ചാർ പൊട്ടിച്ചിട്ട് നോക്കട്ടെ. നിക്കറിയതോ തല്ല് കൂടാ മക്കള്. അപ്പൊ ഇതിന് പ്രൈസും കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിമേ എഴുതിയിട്ടുണ്ട് ഇത്താട്ടോ. അവർക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അവരെ കോണ്ടാക്ട് നമ്പറൊക്കെ നമ്മൾ സ്ക്രീനിലും കൊടുക്കും, പിൻ ചെയ്തും വെക്കും. വിശ്വസിച്ച് വാങ്ങാം. ലൈസൻസും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. ഇതിന്റെ രുചി ഞാൻ അറിഞ്ഞിട്ടേ ഞങ്ങളോട് പറയുള്ളൂ. ഇല്ലാതെ പാത്ത് വിളിച്ചു പറയട്ടോ. ഇതിന് എത്ര പ്രൈസ്? 200 കേട്ടോ ബീഫ് അച്ചാറിന്. ആ 200 ഉണ്ടോ ഇല്ലേ എന്ന് ഞങ്ങളോട് പറഞ്ഞുതരാം. തല്ലു കൂടല്ലേ അച്ചാറിന്, ഇവിടെ തല്ലു കൂടൽ തന്നെയാണ് കേട്ടോ. എല്ലാ മക്കൾക്കും ഇഷ്ടമല്ലേ അച്ചാറ്. അപ്പൊ നമുക്ക് വിശ്വസിച്ച് കഴിക്കാൻ പറ്റിയ സാധനമാണ്. എന്താന്നോ, പീടികളിലല്ല, ഇത് അവര് വീട്ടിലുണ്ടാക്കണം കേട്ടോ. ആ ഉമ്മ വീട്ടില് വൃത്തിയില് നല്ല രീതിയിൽ ഉണ്ടാക്കുന്ന സാധനമാണ്. ലൈസൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് അന്വേഷിച്ച ശേഷം മാത്രമേ നമ്മള് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തത് കേട്ടോ. പൊട്ടിച്ച ഇവനാണെങ്കിൽ നല്ല മണം. ഞാൻ ബീഫ് അച്ചാർ ആദ്യമായിട്ട് തിന്നട്ടെ. ഞാൻ തിന്നോക്കട്ടെ കേട്ടോ. ആദ്യം ഞാൻ തിന്നോക്കട്ടെ. അറിയുക ഞാൻ ആദ്യമായിട്ട് തിന്നാണ് ബീഫ് അച്ചാർ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നല്ല രസമുണ്ട് കേട്ടോ. നല്ല രസമുണ്ടടാ. നല്ലൊരു ഇറച്ചിക്കണ്ടം കിട്ടിച്ച്. നല്ല മണല്ലേ. ഈ പഴയ ഉമ്മമാരൊക്കെ ഉണ്ടാക്കൂലേ, ആ ഒരു മണട്ടോ. അവൾക്ക് കൊടുക്കച്ച് കൊറേ നേരായി. നല്ല വലിയ വലിയ കഷ്ണങ്ങൾ ഉണ്ട് കേട്ടോ ഇതില്. 200 രൂപയാണ് ഇതിന് കേട്ടോ റേറ്റ് ഇട്ടിക്കണ അവര്. നല്ല നല്ല കഷ്ണങ്ങളാണ് കേട്ടോ. ഇത് ഫുള്ള് നല്ല ക്വാണ്ടിറ്റിയിൽ വെച്ചിട്ടുണ്ട് അവര് കേട്ടോ. അതെടുത്താ നമ്മള് ഇല്ലത് കാണിച്ചു തരും കേട്ടോ. നല്ല ക്വാണ്ടിറ്റിയിൽ വെച്ചിട്ടുണ്ട് കേട്ടോക്കെയാ. നല്ല ഇറച്ചി, നല്ല നല്ല വലിയ വലിയ പീസുകൾ കേട്ടോ. ഇതിൽ ഇനിയുണ്ട് കേട്ടോ. അങ്ങോട്ട് നോക്കിയാ നല്ല ലാഭാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ഇതെങ്ങനെ ഈ ഇറച്ചിമേല് നല്ല ഇറച്ചിമേ നല്ല എന്താ എരും മുളകും ഒക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഇവര് ഈ ടേസ്റ്റ് ഞാൻ അതുവരെ കഴിച്ചിട്ടില്ല ഇറച്ചിൻ്റെത്. പിന്നെ എല്ലാവർക്കും ഓരോ റെസിപ്പികളുണ്ട്. അവർക്ക് ഒരു റെസിപ്പി ഉണ്ട് തോന്നുന്നു. സാധാരണ മുളകും പൊടി, മഞ്ഞൾപ്പൊടി, അച്ചാർ പൊടി ഇട്ടുകാണ്ടില്ല സംഭവമല്ല തോന്നുന്നു കേട്ടോ. അവരുടേതായ ഒരു സീക്രട്ട് ഉണ്ട് തോന്നുന്നു. നല്ല ടേസ്റ്റ്. ഇതിന്റെ ഒക്കെ വലിപ്പം നോക്കി ഇറച്ചിന്റെ. നിങ്ങൾക്ക് തന്നോട്ടോ. നല്ല രസമുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. ആവശ്യമുള്ളവരെ വിശ്വസിച്ച് വാങ്ങട്ടോ. നല്ല ക്വാണ്ടിറ്റി ഉണ്ട്, നല്ല ക്വാളിറ്റി ഉണ്ട്. ആവശ്യമുള്ളവരെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ചോളിട്ടോ. ഇറച്ചി കഷ്ണം വാങ്ങി പോണില്ല.
ഞങ്ങളെല്ലാരും തിന്നിട്ട് ഇത്ര ആയിട്ടുള്ളൂ കേട്ടോ. 200 റുപ്യക്ക് നല്ല ലാഭം തന്നെയാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ എന്താ അറിയില്ല, ഞാൻ ആദ്യമായിട്ട് തിന്നാണ് അർച്ചിന്റെ അച്ചാർ. അപ്പൊ നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ക്വാണ്ടിറ്റിയിൽ സാധനം വെച്ചിക്കണ്. 200 റുപ്യക്ക് ലാഭം തന്നെയാണ് കേട്ടോ. ഇവരെ ഒരു പ്രത്യേകത എന്താ വെച്ചാല്, നിങ്ങൾക്ക് ഗൾഫിൽ കൊണ്ടാക്കാനാണെങ്കിലും എന്തൊരു ആവശ്യത്തിനാണെങ്കിലും നിങ്ങൾ അവരോട് കോണ്ടാക്ട് ചെയ്താൽ മതി. ആ നമ്പറും കോണ്ടാക്ട് ചെയ്താൽ മതി. അവര് ഉണ്ടാക്കി തരും കേട്ടോ. ഗൾഫിക്കൊക്കെ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അവർക്ക് ബുക്ക് ചെയ്ത് ആദ്യം തന്നെ പറഞ്ഞു വെച്ചാൽ നിങ്ങൾ പോണീന്റെ തലേന്ന് നിങ്ങളെ മേശപ്പുറത്ത് സാധനം എത്തിക്കൂട്ടോ. കേരളത്തിൽ എല്ലായിടത്തും ഇത് ചെയ്യണുണ്ട് അവര് കേട്ടോ. അപ്പൊ ആവശ്യമുള്ളവര് പെട്ടെന്ന് വിളിച്ചോര് കേട്ടോ. ഡെലിവറി ചെയ്യുന്നുണ്ട്. അറിയില്ല. ഞാൻ അടുത്ത നമ്മൾ നോക്കണം. പൊട്ടിച്ചടാ, നല്ല ടേസ്റ്റ് ആട്ടോ. പിന്നെ ഒന്നാമത്തെ പ്രത്യേകത, സാധാരണക്കാരുണ്ടാണ് അച്ചാറാ തോന്നുന്നു. അത് ഇതിനൊരു പ്രത്യേക റെസിപ്പി ഉണ്ട്. നമ്മളെ പഴയ ഉമ്മമാരൊക്കെ ഉണ്ടാക്കണില്ലേ അല്ലെ റിതുവോ, ആ ഒരു ടേസ്റ്റ് വരുന്നുണ്ട് കേട്ടോ. കുറേ ഞാൻ പറഞ്ഞ പോലെ അച്ചാർ പൊടിയും അതൊന്നും അല്ല സംഭവം. അവർക്കായിട്ടൊരു റെസിപ്പി ഉണ്ട് തോന്നുന്നു. ഒരു പ്രത്യേക ടേസ്റ്റ് വരുന്നുണ്ട് കേട്ടോ. ആ ഇത് നല്ല മണ്ണിട്ടില്ലേ, ഇത് വേറെ സ്മെല്ല്. അടുത്ത നമുക്ക് നാരങ്ങ നോക്കട്ടോ. അത് കൊണ്ടുവച്ചോ ഷെയ്മോളെ. അടുത്ത നാരങ്ങാച്ചാറാണ് കേട്ടോ. ഓളതിന്റെ അടിയിൽ ഓൾക്ക് എരുണ്ട് കേട്ടോ. ബീഫിലും എരുണ്ട്. നല്ല എരും പുളിയൊക്കെ ഇറച്ചിമ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഓള് വെള്ളം കുടിച്ചു പോയിട്ടോ. ഞങ്ങൾക്കൊക്കെ ഇതായിട്ടോ. എന്തോ സാഫ ആട്ട് കൈയാട്ട് ടേസ്റ്റ് ഉണ്ടോ? ഓക്കെ നാരങ്ങ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. എരുവാണ് കേട്ടോ. സഫന്റെ അടുത്ത് എരു പുളി എല്ലാം കൂടി ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ ഏതാടാ ഇതേതാ ബീഫുമൊക്കെ തന്നെ പിന്നെയും പോണ കേട്ടോ. മീനും ഞാൻ പൊട്ടിച്ചോ. അപ്പൊ ആവശ്യമുള്ളവരെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ചോളി. നമുക്ക് എപ്പോൾ വേണമെങ്കിലും എന്താ അവര് റെഡിയാക്കി തരും കേട്ടോ. അവര് വീട്ടിൽ ഉണ്ടാക്കുന്ന സാധനമാണ്. നമുക്ക് ഗൾഫിൽ കൊണ്ടുപോകാനാണെങ്കിലും എവിടേക്കാണെങ്കിലും എന്തൊരു ആവശ്യത്തിനാണെങ്കിലും ആദ്യം ബുക്ക് ചെയ്തിട്ട് കഴിഞ്ഞാൽ അവര് റെഡിയാക്കിക്കാണ്ട് തരും കേട്ടോ. ഇതെന്താ അച്ചാറടാ? ഇത് ബത്തലിന്റെ അച്ചാറ്. ബത്തലച്ചാറ് ഞാൻ ആദ്യമായിട്ട് തിന്നാ മക്കളെ. ബത്തലും ബീഫും. ഇതിലൊരാള് ഇറങ്ങി പോകണ്ടോ. പച്ച ഞങ്ങള് തിന്നലുണ്ട്. പക്ഷെ അച്ചാറ് ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. ഈ ബത്തലിന്റെ അച്ചാറും അത് നമ്മളെ വേലെല്ലാം കാക്കിയാണ് കേട്ടോ. ഇതൊന്ന് തിന്നോട്ടെ കേട്ടോ. ബത്തല് വറുത്ത് കണ്ട ഉണ്ടാക്കിയാണ് എന്നൊക്കെ. പൊരിച്ചു കണ്ട നല്ല രസമുണ്ടടാ. ഇതിന്റെ പ്രത്യേക രസമുണ്ട് കേട്ടോ ബത്തലിന്. കാര്യം മീൻ ഇഷ്ടമല്ല. അങ്ങനെ ബീഫുമ്മ കൂടിക്കാണ്. എടുത്തോക്കെ ഒന്ന് എടുത്തോ. നീരല്ല ഇത് തിന്നോക്കിയ നല്ല ടേസ്റ്റ് ഉണ്ട്. ഒരു കഷ്ണം തിന്നോക്കടാ. പകക്ക് മീൻ ഒന്നും ഇഷ്ടമല്ല. നല്ല രസല്ലേ? നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. സൂപ്പറാണ്. വെറുതെ പറയല്ല കേട്ടോ പാത്തു. ഇല്ലാതെ ഞാൻ വീഡിയോസിൽ വിളിച്ച് പറയും. അടുത്ത അച്ചാറ് വേറെ കേട്ടോ. ബീഫുമൊക്കെ പോണ്ട്. ബീഫ് അടക്ക്. ബീഫ് എല്ലാവർക്കും വേണേ. ഇതേതാ? ഇത് നമ്മൾ പൊട്ടിച്ചിട്ടില്ലല്ലോ. ഇല്ല ഇല്ല ഇത് പൊട്ടിച്ചിട്ടില്ലേ. ഇത് വേറെ മീനാടാ. ഇത് പൊട്ടിച്ചോണോ? എന്നാ പൊടിക്കടാ. പൊട്ടിച്ചാതാണ് കാണിച്ചു കൊടുക്കേ. നല്ല രസം കേട്ടോ മീനൊക്കെ. ഇപ്പൊ എന്റെ ബീഫും ഈ ഇരുന്ന് തിന്നാ മനസ്സമാര് നോക്കുന്നുണ്ടാവും. പിന്നെ 2 കിലോ ഇറച്ചി ആയി കൊടുക്കാൻ മതി. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. വെറുതെ അല്ല പറഞ്ഞട്ടോ. ഞാൻ ബീഫ് അച്ചാർ ആദ്യമായിട്ട് തിന്നും ചെയ്യാണ്. എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് തിന്നാണ്. എന്റെ മക്കളും തിന്നിട്ടില്ല കേട്ടോ. അപ്പൊ അതിന്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെ ഉണ്ട്. പിന്നെ നല്ല ക്വാണ്ടിറ്റിയിലും സാധനം വെച്ചിട്ടുണ്ട് കേട്ടോ. ഇറച്ചി കോഴിയച്ചാർ ഞമ്മക്ക് ഉണ്ടാക്കാല്ലേ. ഈ മാർക്കറ്റിലൊക്കെ ബീഫ് അച്ചാർ പോയി ചോദിച്ചാൽ നല്ല റേറ്റ് ആണ്. മിന്നു നോക്കി മിന്നു എത്തി നോക്കുക. പൊന്നെല്ലാം താമസിക്കുന്നുണ്ട്.
ഉണ്ടോ നമുക്ക് ഇത് വേറെ കണ്ടച്ചാറ്. ഇത് മീനച്ചാറ് തന്നെയാണ്, പക്ഷെ ഇത് വേറെ എന്തോ ഒരു മീനാട്ടോ. മീൻ ഏതാ അറിഞ്ഞിട്ട് ഞാൻ കഴിക്കും. ചൂതയാണ് തോന്നുന്നു. ചൂരന്നൊക്കെ പറയില്ല നമ്മള്, നത്തോലി എന്നൊക്കെ പറയില്ലടാ. കത്തോരി ഇത് അതന്നെയാണ് ചൂരമീന്. അല്ല മത്തി. മത്തിയൊന്നും മത്തിയാണ്. ചൂതനെയാണ് നമുക്ക് വേഗം കിട്ടി. അത് ഞാൻ അറിയണം. ചൂതമീൻ കേട്ടോ. രസമുണ്ട്. ഇത് നോക്കിയാ കൈമോള അതിന്റെ നൊണച്ചിയാണ് കേട്ടോ. ഏത് അച്ചാറ് കിട്ടിയാലും തോന്നുന്നു. നല്ല രസമുണ്ട്. ചൂതന്റെ അച്ചാറ് നല്ല രസമുണ്ട്. ഞങ്ങളിവിടെ ചൂതാന്ന് അപ്പൊ ഏകദേശം ഇതിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞുതരാം. മീനച്ചാറ് നമ്മൾ ആദ്യം നത്തോലിന്റെ കണ്ടില്ലേ, പത്തല് അറിയണേ, അതിന് 150 രൂപ കേട്ടോ ഈ ഒരു ഡപ്പിന്. അതുപോലെ നമ്മുടെ ബീഫിന് 200 രൂപ ഉള്ളൂ കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. എനിക്ക് ബീഫാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. നാരങ്ങ കേട്ടോ. അതേപോലെ ചൂരമീനും നല്ല രസമുണ്ട് കേട്ടോ. എന്തായാലും നമ്മളെ സാധാരണക്കാർക്ക് വാങ്ങാൻ കഴിയണം. നാരങ്ങച്ചാറിന് വെറും 40 രൂപ ഉള്ളൂ കേട്ടോ. 40 രൂപ ഉള്ളൂ. നമ്മളെ സാധാരണക്കാർക്കൊക്കെ വാങ്ങാൻ പറ്റിയ ഒരു ടൈപ്പാട്ടോ. ഇത് നമ്മളെ മറ്റേ മീന് നത്തോലി ചെയ്ത് നത്തോലിക്ക് 150 ആട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മളെ സാധാരണക്കാർക്ക് വിശ്വസിച്ച് വാങ്ങാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. എന്റെ ചുണ്ടൊക്കെ ഏരി നമ്മളെ ഇത് കഴിച്ചാൽ നിൽക്കാരും ബീഫ് എന്നാല്. അപ്പൊ ആവശ്യമല്ലോല് ആ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ചോളി. 1 കിലോനോ 2 കിലോനോ 5 കിലോനോ 10 കിലോനോ ഒക്കെ ഓർഡർ കൊടുത്താൽ ഓല് ചെയ്തു തരും. വൃത്തിയിലും വെടുപ്പിലും വീട്ടിൽ അടുക്കളയിൽ ഓല് ചെയ്യണതാണ്. ലൈസൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ റേറ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ അതിൻ്റെതായ റേറ്റും കാര്യങ്ങളൊക്കെ ഓല് പറഞ്ഞു തരും. നിങ്ങൾക്ക് എവിടെ എത്തിക്കണ്ട് എന്താ പറയാ അറിയുമോ, ആൾ കേരള ഡെലിവറി എല്ലായിടത്തും ഡെലിവറി ഉണ്ട് കേട്ടോ. കൊറിയറായിട്ട് അവർ എങ്ങനെ വെച്ചാൽ അയച്ചു തരും. ഗൾഫിലുള്ളവരും പ്രത്യേകിച്ച് ബുക്ക് ചെയ്തിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആ റെഡി ആവുമ്പോൾ ഓല ആ മേശപ്പുറത്തേക്ക് എത്തിച്ചേരും ഇൻഷാ അല്ലാ. അപ്പോൾ പുതിയ വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം. അപ്പോൾ അച്ചാറുകളൊക്കെ എല്ലാവരും മാക്സിമം വാങ്ങിച്ചോളി. നല്ല ടേസ്റ്റുള്ള അച്ചാറാണ്. അവരിത് സെയിൽ ചെയ്യണത് തന്നെയാണ്. ലൈസൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ വിശ്വസിച്ച് വാങ്ങാം. പിന്നെ എല്ലാവരും അച്ചാർ കമ്പനിയിലായിട്ട് ഇങ്ങനെ ഉണ്ടാക്കണമെന്നല്ല, അവരവരെ വീട്ടിൽ നല്ല വൃത്തിയിലും വെടുപ്പിലും ഉണ്ടാക്കുന്ന സാധനം വിശ്വസിച്ച് വാങ്ങാം. പുതിയ വീഡിയോ കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം. അസ്സലാമു അലൈക്കും.